ഹലോ. അപ്പോൾ ഇന്ന് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ എപ്പോഴും വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമ്മളൊരു പുതിയ റെസിപ്പി അതിനെ വെച്ച് ഉണ്ടാക്കില്ലേ. അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ നിറച്ചതുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇതൊരു മലബാർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ആദ്യം തന്നെ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ സവാള, അതുപോലെ പച്ചമുളക്, തക്കാളി ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതാ വേണ്ട കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി അരച്ച് വെച്ച ജാറിലേക്ക് നമുക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ മസാലയാണോ വേണ്ടത് അതൊക്കെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഇതാ ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പൂണിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചേർക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് ആ ഉപ്പ് ആവശ്യത്തിന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഇതിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് മസാല തേച്ച് പിടിപ്പിക്കാനുള്ളതല്ലേ ചിക്കന്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ ആദ്യം തന്നെ നല്ലപോലെ കഴുകി വരഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് പപ്പടക്കോല് വെച്ചിട്ട് കുറേ കുത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മസാല ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ലപോലെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് വെളിയിലും വെക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു കുക്കറിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ടിട്ട് നമുക്കിതൊരു 3 വിസിൽ അടിച്ചെടുക്കാം കേട്ടോ. 3 വിസിൽ അടിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 3 വിസിൽ അടിക്കാൻ വേണ്ടി നമ്മളത് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു പൊടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു വലിയ ഗ്ലാസ്സാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക, അത് കരിഞ്ഞു പോകാതിരിക്കാൻ കേട്ടോ. എന്നിട്ട് ഈ മസാലയൊക്കെ ഇതിലേക്ക് ആക്കിയിട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു 3 വിസിൽ ഇത് അടിച്ചെടുക്കാം. അത് 3 വിസിലടിക്കാൻ അവിടെ നിന്നോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ വലിയൊരു പാത്രം തന്നെ എടുക്കണം. കാരണം നമ്മളെ ചിക്കൻ അങ്ങനെ അതിലേക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ അത് കൊള്ളാൻ പാകത്തിന് വേണ്ടിയിട്ട് പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നല്ല കുനുകുനാ അരിഞ്ഞ നമ്മൾ ചെറുതാക്കി അരിയണം കേട്ടോ സവാള. അങ്ങനെ അരിഞ്ഞ സവാളയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയ ശേഷം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച് നമ്മുടെ നല്ല പഴുത്ത തക്കാളിയായിട്ട് 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ റെഡിയായി വരും കേട്ടോ. കുഴഞ്ഞിട്ട് നമുക്കതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല, പിന്നെ ഇതാ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ ചിക്കനിൽ എന്തൊക്കെ മസാലയാണ് ചേർത്ത് അതൊക്കെ ഞാൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പോരാ തന്നെ നമ്മുടെ കസൂരി മേത്തി, ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഒരുവിധം കറികളിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കും. കാരണം എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനില്ലേ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മുടെ ആ കുക്കറിലുള്ള ബാക്കി വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കട്ടെ. കാരണം ആ മസാലയൊക്കെ എന്നാൽ ചിക്കനിൽ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ തുറന്നിട്ട് നമ്മുടെ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാലിൻ്റെ 1/4 പാൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കന് ഒരു വേറെ ടേസ്റ്റ് തന്നെയാട്ടോ കിട്ടുക. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതാ ഇങ്ങനെ കോരി കോരി ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ ഉണ്ടാവുക. അപ്പോൾ ഗ്രേവി നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഗ്രേവി വെക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ടാറ്റാ.